ശക്തമായ കാറ്റിനും മഴയ്ക്കും പിന്നാലെയുണ്ടായ കടലാക്രമണത്തിൽ അമ്പലപ്പുഴ തെക്ക്, വടക്ക് പഞ്ചായത്തുകൾ, തോട്ടപ്പള്ളി, പുറക്കാട് മേഖലകൾ എന്നിവിടങ്ങളിൽ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. പലയിടങ്ങളിലും തിരമാലകൾ കരകവിഞ്ഞ് വീടുകളിലേക്ക് അടിച്ചുകയറിയതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ചില വീടുകൾ തകർച്ചാഭീഷണിയും നേരിടുന്നുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും എം.എൽ.എ. ജി. സുധാകരൻ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന അൽ-അമീൻ സ്കൂൾ, പായൽകുളങ്ങര ക്ഷേത്ര ഓഡിറ്റോറിയം, തോട്ടപ്പള്ളി സ്പിൽവേ, തോട്ടപ്പള്ളിപ്പൊഴി, കടലാക്രമണമുണ്ടായ കാക്കാഴം വ്യാസ ജംഗ്ഷൻ എന്നിവിടങ്ങളിലായിരുന്നു സന്ദർശനം. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കാൻ തോട്ടപ്പള്ളി സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും തുറന്ന് ജലനിരപ്പ് ഫലപ്രദമായി നിയന്ത്രിച്ച ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരെ എം.എൽ.എ. അഭിനന്ദിച്ചു. ഷട്ടറുകൾ സമയോചിതമായി ഉയർത്തിയതിനാലാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരപ്രദേശങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറിഗേഷൻകാര് തക്ക സമയത്ത് തന്നെ മുഴുവൻ ഷട്ടറും പൊക്കി. അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് പൊക്കാവുന്നിടത്തോളം മാക്സിമം പൊക്കി. ഇനിയിപ്പോ ഈ സ്പിൽവേ തന്നെ പുതുക്കി പണിയണം. പുതിയ സ്പിൽവേ വരണം, പുതിയ ഷട്ടർ വരണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഉയർത്തുന്ന തരത്തിലുള്ള സംവിധാനത്തോടുകൂടിയുള്ള അതിന് പ്രോജക്റ്റൊക്കെ ആയിട്ടുണ്ട്. അത് അനുവദിച്ച് നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട തരത്തിൽ ഇവിടുത്തെ ജല ഒഴുക്കും കരകളിൽ നിന്നുള്ള വെള്ളപ്പൊക്കമൊക്കെ തടയാൻ പറ്റും. ഇത്തവണ തക്ക സമയത്ത് അവർ ഉയർത്തിയിട്ടുള്ളതാണ് വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. അവിടെ അഴിമുഖത്ത് നല്ല വീതിയിൽ തന്നെ ഇപ്പൊ ഏതാണ്ട് 150 മീറ്റർ വീതിയിലായെന്നാണ്. ആദ്യം 10-40 മീറ്റർ ഉള്ളായിരുന്നു. ഇപ്പൊ 150. ഇപ്പൊ നമുക്ക് കാണാം അവിടെ കുറേശ്ശെ ഇടിഞ്ഞും പോകുന്നുണ്ട്. അത്ര മുഴുവൻ പോവില്ല. മുഴുവൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. കാരണം കുറച്ച് കരിമണൽത്തിട്ട് അവിടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഗവൺമെന്റ് തക്ക സമയത്ത് ഇടപെട്ടു. സന്ദർശനത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.